Hi friends, it's in Creations by Tahi എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പാറ്റേൺ ആണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബോക്സ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വരച്ചിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ കുറച്ച് ലീവ്സും ബ്രാഞ്ചസും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ക്രോപ്പ് ടോപ്പ് ആണ്. അപ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളമാണ് ക്രോപ്പ് ടോപ്പിന് ലെങ്ത് കൊടുക്കുന്നത് അതനുസരിച്ച് അതുവരെയും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെന്ററിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യാം. ഔട്ടറിൽ 2 റൗണ്ട് വരച്ചിട്ടുണ്ട്. 2 റൗണ്ടിലും 2 ടൈംസ് നമുക്ക് റൗണ്ട് ചെയ്ത് കട്ട് ബീഡ്സ് വെച്ച് എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ബ്രാഞ്ചസ് പോയിട്ടുണ്ട്. ചില ബ്രാഞ്ചസിൽ ചിലപ്പോൾ 7 8 പെറ്റൽ വരും, ചിലതിൽ 5 6. അത് നമ്മൾ ബ്രാഞ്ചസ് വരയ്ക്കുന്നതിന്റെ ആ ലെങ്ത് അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഏരിയാസിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തുള്ള ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലുള്ള ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നോർമൽ റൗണ്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ്. അപ്പോൾ സെയിം ബ്ലാക്ക് കളർ നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത്. വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. അപ്പോൾ നീഡിലിനെ കുറിച്ചും പെൻസിലിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ബിഗിനേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒത്തിരി പേർക്ക് ഡൗട്ടാണ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നെക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ്. അതിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഡ്രസ്സിൽ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസാണെന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം 2 സർക്കിളിൽ നമ്മൾ ഇതുപോലെ കട്ട് ബീഡ് വെച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ബ്രാഞ്ചസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഞാൻ സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 കട്ട് ബീഡ് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു 6 കട്ട് ബീഡ് വെച്ചിട്ട് ഇതിനെ റൗണ്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾ എടുക്കുന്ന കട്ട് ബീഡിന്റെ വലുപ്പം അനുസരിച്ച് വേണം 5 6 എടുക്കാനായിട്ടേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു 6 കട്ട് ബീഡ് വെച്ച് അതിനെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ എടുത്തിരിക്കുന്നത് 12 കട്ട് ബീഡാണ് കേട്ടോ. 12 കട്ട് ബീഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ലോക്ക് സ്റ്റിച്ച് 2 3 ബീഡ് ഇടവിട്ട്, കുറഞ്ഞ 2 ബീഡ് ഇടവിട്ട് നിങ്ങൾക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആ ഫ്ലവർ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇവിടെയും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റെമ്മ് ചെയ്യുക കേട്ടോ. ഓരോ കട്ട് ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കുവാണേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഒത്തിരി വീഡിയോസിൽ നമ്മൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സിംഗിളായിട്ട് ഓരോ ബീഡ് കൊടുക്കുന്നതുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ 3 സ്റ്റെം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീവ്സ് ആണ്. അപ്പോൾ 3 കട്ട് ബീഡ് വീതമാണ് നമ്മൾ ലീഫ് ചെയ്ത് പോകുന്നത്. നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ലീഫ് ചെയ്യുന്നത്. പിന്നെ ലീഫ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ വർക്ക് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് വർക്ക് ഡാമേജ് ഒന്നും വരത്തില്ല. ഇതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ലീഫും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ലീഫ്സും ബ്രാഞ്ചസും ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ, ചിലതിൽ 7 ലീഫ് വരുന്നുണ്ട്, ചിലതിൽ 5 വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെം വരയ്ക്കുന്നതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ലീവ്സ് എത്ര വേണമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിസൈൻസ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളും ബ്രാഞ്ചസും ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഈ സ്പേസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പ്രെഡിങ് കൂടെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മുടെ ബോഡി പാർട്ട് കവറായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യാം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 6 കട്ട് ബീഡ്, പിന്നെ നമുക്ക് 3 കട്ട് ബീഡ് വീതം അതിനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് 3 കട്ട് ബീഡ് വീതം ചെയ്തെടുക്കാം കേട്ടോ. 8 പെറ്റൽ പോലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഏരിയയിൽ നമ്മൾ കട്ട് ബീഡ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കാവേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ 3 കട്ട് ബീഡ് വീതമാണ് ചെയ്ത് പോയിരിക്കുന്നത്. ഞാൻ ഈ 3 കട്ട് ബീഡിൻ്റെ ഇടയ്ക്കും ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്പ്രെഡിങ് കൂടെ കൊടുത്ത് പോരാവേ. ഈ ഒരു ഗ്യാപ്പിന് സ്പ്രെഡിങ് കൊടുത്ത് പോയാൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുത്തേക്കണേ. ഇതുപോലെ തന്നെയാണ് എല്ലാം കൊടുത്തെടുക്കേണ്ട കേട്ടോ. വീഡിയോ ഒത്തിരി ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ വരുന്ന എല്ലാ സ്പേസിലും, ഗ്യാപ്പ് വരുന്ന എല്ലാ സ്പേസിലും കട്ട് ബീഡ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അത് മാത്രമല്ല 2 സ്ലീവിൽ നമ്മൾ ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കിൽ സ്ലീവ് ഞാൻ കാണിച്ചു തരാം. ഈ സെയിം വർക്ക് തന്നെ നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളും നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ 2 സ്ലീവിലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ക്രോപ്പ് ടോപ്പ് മാത്രമല്ല നമ്മുടെ സ്കേർട്ടിൻ്റെ ബെൽറ്റ് പോർഷനിലും അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ഡിസൈനർ ലെഹങ്ക ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.